ഐഡിയ സ്കീമിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞാണ് ഇങ്ങനൊരു ടൈം വരും, ആ ഒരു ടൈമിൽ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടതെന്ന് നമുക്കൊന്ന് കറക്റ്റായിട്ട് തന്നെ പറയാം. ഈ വർഷത്തെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതിനൂടെ പറയട്ടെ, കുറച്ച് പേരുടെ മെമ്മോ ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. സോ നിങ്ങൾ ലോഗിൻ ചെയ്ത് മെമ്മോ അവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. എസ്പെഷ്യലി നേറ്റിവിറ്റി പ്രൂഫ്, ഫീസ് അടക്കാനുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കിട്ടൂല കേട്ടോ. അതല്ലാതെ ബാക്കി എന്തെങ്കിലും റിസർവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മെമ്മോ ക്ലിയർ ചെയ്ത് കൊടുക്കണം. PDF ക്ലിയർ ആയിട്ട് ഞങ്ങൾ സിയിൽ സൈൻ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ക്ലിയർ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനൊക്കെ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കേണ്ടത്, അതായത് നമ്മൾക്ക് എഞ്ചിനീയറിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് നമ്മളുടെ +2ൻ്റെ മാർക്കാണ് എടുക്കുന്നത്. ഫാർമസിക്ക് എൻട്രൻസിൻ്റെ മാർക്ക് മാത്രം എടുക്കുള്ളൂ, +2ൻ്റെ മാർക്ക് വേണ്ട. ഇപ്പോൾ എഞ്ചിനീയറിങ്ങിന് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ടാണ് നിങ്ങളോട് മാർക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞേക്കണേ. നമ്മൾക്കറിയാലോ കെമിസ്ട്രിയുടെ മാർക്കാണ്. കെമിസ്ട്രി പഠിക്കാത്തവർക്ക് കമ്പ്യൂട്ടർ സയൻസിൻ്റെ കൊടുക്കാം. ഇനി കെമിസ്ട്രിയും കമ്പ്യൂട്ടർ സയൻസും ഇല്ല, ബയോടെക്നോളജിയാണ് നിങ്ങൾക്കുള്ളെങ്കിൽ അതിൻ്റെ കൊടുക്കാം. അതല്ല ഇത് 3 പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ 4 പഠിച്ചിട്ടില്ല, നിങ്ങൾക്കുള്ളത് ബയോളജിയുടെ മാർക്കാണെങ്കിൽ ബയോളജിയുടെ മാർക്ക് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 2/6/2025 വൈകിട്ട് 3 മണി വരെയാണ്. ഓർക്കുക, നിങ്ങൾ കീം എൻട്രൻസ് ഫുൾ മാർക്ക് മേടിച്ച ഒരാളാണെങ്കിലും എഞ്ചിനീയറിങ്ങിന് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ ഈ +2ൻ്റെ മാർക്ക് കൊടുത്തില്ല എങ്കിൽ റാങ്ക് ലിസ്റ്റിൽ വരില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് പറയാം, ഇങ്ങനെ ഒരു സമയം വന്നിട്ടുണ്ട്. സോ എൻട്രൻസ് എഴുതിയവരെല്ലാവരും തന്നെ +2ൻ്റെ മാർക്ക് കൊടുക്കണം എന്നുള്ളത് പറയാം കേട്ടോ. കുറച്ച് പേരെല്ലാം കഴിയുമ്പോൾ വരാറുണ്ട്. സോ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ കീം കാൻഡിഡേറ്റ് പോർട്ടൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ അവിടെ മാർക്ക് സബ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു മെനു വന്നിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ പാസ്സായ ബോർഡ്, വർഷം, രജിസ്റ്റർ നമ്പർ ഒന്ന് ശ്രദ്ധിക്കണേ. നിങ്ങളിത് ഏതെങ്കിലും ഒരെണ്ണം മിസ്റ്റേക്ക് ആയി പോയാൽ നിങ്ങളുടെ നമ്പർ അവിടെ കാണിക്കൂല. അപ്പോൾ ബോർഡ് ഏതാണെന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുക. എന്നിട്ട് അവിടെ ഡ്രോപ്പ് ഡൗൺ കൊടുത്തിട്ടുണ്ടാവും, അതിൽ നിന്ന് ചൂസ് ചെയ്താൽ മതി. ഇനി അതിൽ കാണിച്ചേക്കണം ഒന്നുമല്ല നിങ്ങളുടെ എങ്കിൽ അത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അതേഴ്സെന്നോ അങ്ങനെ എന്തെങ്കിലും കിടക്കണ്ടെങ്കിൽ അത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്കിപ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല, വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തേക്കുന്നതായിരിക്കും. അതിൽ എന്താണ് നിങ്ങളുടെ ബോർഡ് കിടക്കുന്നത് എന്ന് നോക്കിയിട്ട് അത് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. അത് മാറിപ്പോയാൽ പോലും നിങ്ങളുടെ ഈ പറയുന്ന ബോർഡ് അവിടെ മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാറിയായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോർഡ് കറക്റ്റായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ, നിങ്ങൾ എക്സാം എഴുതിയിട്ട് റിസൾട്ട് നോക്കാനായിട്ട് നിങ്ങൾ ഓൺലൈനൊക്കെ അടിച്ചു കൊടുക്കൂലേ, വെബ്സൈറ്റിലൊക്കെ അടിച്ചു കൊടുക്കൂലേ, അതാണ് രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത്. അതും തെറ്റിപ്പോകാതെ, ഒരക്ഷരം മാറിപ്പോയാൽ നിങ്ങൾക്കറിയാലോ വേറെ ആളുടെ ആയിരിക്കും, അപ്പോഴും ആ മാർക്ക് അവിടെ കാണിക്കൂല, പിന്നെ നിങ്ങൾക്ക് പണിയാവും. അതുകൊണ്ട് തന്നെ മാർക്ക് അത് മാറിപ്പോകരുത്. പിന്നെ വർഷം, നിങ്ങൾ ഇയർ ഓഫ് പാസിങ് ഏതാണ്, ഇപ്പോൾ 2025 ആണെങ്കിൽ 25 കൊടുക്കുക, പ്രീവിയസ് ഇയർ ആയിരുന്നെങ്കിൽ 24 കൊടുക്കുക, ഏതാണെന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും, അത് നോക്കി കൊടുത്താൽ മതി. ധൃതി ഒന്നും പിടിക്കണ്ട. നമ്മൾക്ക് ഈ 2-ാം തീയതി വരെ സമയം തന്നിട്ടുണ്ട്. സോ ധൃതി പിടിച്ച് മിസ്റ്റേക്കുകളൊന്നും വരുത്തണ്ട കേട്ടോ. അതായത് ഏറ്റവും ലേറ്റ് ആവട്ടെ എന്നല്ല പറയണത്, അത് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കറക്റ്റാണ് എങ്കിൽ നിങ്ങളുടെ ബോർഡ് അവിടെ ആ ഡേറ്റ സിക്ക് സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആ മാർക്ക് അവിടെ കാണിക്കും, നിങ്ങളുടെ ഇതിലുള്ള മാർക്ക് അവിടെ കാണിക്കും കേട്ടോ. അപ്പോൾ അത് ശരിയാണോ എന്ന് മാത്രം നിങ്ങൾ പരിശോധിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ അവിടെ തിരുത്തലുകളൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ വന്നേക്കുന്ന മാർക്ക് തന്നെയാണ് നിങ്ങളുടെ പ്രൊഫൈലിൽ പേജിൽ അല്ലെങ്കിൽ വെബ് പേജിൽ കാണണമെങ്കിൽ സബ്മിറ്റ് മാർക്ക് ഡേറ്റ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവർ മാർക്ക് ലിസ്റ്റ് ഒന്നും കൊടുക്കേണ്ട. അതായത് നിങ്ങളുടെ ബോർഡും അതുപോലെ തന്നെ ഇയറും രജിസ്റ്റർ നമ്പറൊക്കെ കൊടുത്തപ്പോൾ പേജിൽ കാണിച്ചേക്കുന്ന മാർക്ക് ലിസ്റ്റും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റും ഒന്നാണെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, വേറെ ഒന്നും ചെയ്യേണ്ട, മാർക്ക് സബ്മിറ്റ് ഡേറ്റ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ലാസ്റ്റ് ഒരു കാര്യം ചെയ്യാനുണ്ട് കേട്ടോ, അതെല്ലാവർക്കും കൂടി പറഞ്ഞു വരുമ്പോൾ പറയാം. എന്താണ് തെറ്റുകളൊന്നും ഇല്ലാത്തവർ മാർക്ക് സബ്മിറ്റ് ഡേറ്റ എന്ന് കൊടുത്തിട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർ മാർക്ക് ലിസ്റ്റ് ഒന്നും അവിടെ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങളുടെ അവിടെ കാണിക്കുന്ന മാർക്കിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ, മാത്സിൻ്റെ മാർക്കിലോ ഫിസിക്സിൻ്റെ മാർക്കിലോ കെമിസ്ട്രിയുടെ മാർക്കിലോ ഒക്കെ എന്തെങ്കിലും, ചിലപ്പോൾ എല്ലാത്തിലും ഉണ്ടാവാം, ചിലപ്പോൾ ഒരെണ്ണത്തിലായിരിക്കും ചേഞ്ച് വരിക. അപ്പോൾ ഏതിലാണോ ചേഞ്ച് ആവശ്യമുള്ളത് അവിടെ ചേഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ശരിക്കുള്ള മാർക്ക് അവിടെ കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് മാർക്ക് ഡേറ്റ എന്ന് കൊടുക്കുക.
തെറ്റുകളൊന്നുമില്ലാത്തവർ പേജ് വെരിഫൈ ചെയ്തിട്ട് സബ്മിറ്റ് മാർക്ക് ഡേറ്റ് ആണെന്ന് കൊടുക്കുക. തെറ്റുകളുള്ളവർ ചേഞ്ച് ചെയ്തിട്ട് അവിടെ ചേഞ്ച് എന്നുള്ള ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് മാർക്ക് കറക്റ്റായിട്ട് കൊടുത്തിട്ട് അവിടെ സബ്മിറ്റ് മാർക്ക് ഡേറ്റ എന്ന് കൊടുക്കുക. ഇനി നിങ്ങളുടെ ബോർഡുകാർ എൻട്രൻസ് കമ്മീഷണർക്ക് നിങ്ങളുടെ മാർക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ അവിടെ നിങ്ങളുടെ മാർക്കൊന്നും കാണിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങളുടെ മാർക്കുകൾ കറക്റ്റ് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റിലുള്ള പോലെ തന്നെ കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് മാർക്ക് ഡേറ്റ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ നേരത്തെ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞാണ്, ആ സെയിം സംഭവം തന്നെയാണ് ഇതിലും വരുന്നത്. അതായത് തിരുത്തലുകൾ വന്നേക്കുന്നവർ, നമ്മൾ ചേഞ്ച് ചെയ്തവരും പിന്നെ മാർക്കുകൾ ടൈപ്പ് ചെയ്ത് കൊടുത്തവരും നിങ്ങളുടെ മാർക്ക് ഷീറ്റ്, അതായത് +2 നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ വെബ്സൈറ്റിൽ നിന്നല്ല കിട്ടിയേക്കുന്നത്, അത് ഒന്ന് ക്ലിയർ ആയിട്ട് കേൾക്കണേ. PDF ആക്കിയിട്ട് ക്ലിയർ രീതി, അതായത് ഇപ്പോൾ രാത്രിയൊക്കെയാണ്, നിങ്ങൾ PDF ആക്കുമ്പോൾ ഒരു വെട്ടത്ത് വെച്ചിട്ട് അത് ക്ലിയർ ആയിട്ട് PDF ആയിട്ട് അപ്ലോഡ് ചെയ്യുക. ഇത് കുറേ പ്രാവശ്യം പറയുന്നുണ്ട്, കുറേ പേർക്ക് മെമ്മോ വരുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ്, PDF ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ്. മനസ്സിലായി? മാനുവൽ അല്ല ഇത് വായിക്കുന്നത്, നമ്മളിങ്ങനെ മനുഷ്യന്മാരാണെങ്കിൽ എങ്ങനെയെങ്കിലും അത് വായിച്ചെടുക്കാനൊക്കെ നോക്കും. സോഫ്റ്റ്വെയർ ആണ് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. നമ്മൾ PDF ക്ലിയർ അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങളൊന്നും ശരിയാവില്ല. അപ്പോൾ നിങ്ങൾ മാർക്ക് സബ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മാർക്കുകളിൽ ചേഞ്ച് വന്നേക്കുന്നവർക്ക് PDF അവിടെ കൊടുക്കണം. PDF ആയിട്ട് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് കൊടുക്കണം. അത് നിങ്ങളിപ്പോൾ വെബ്സൈറ്റിൽ നിന്ന് എടുത്തേക്കുന്ന മാർക്ക് ലിസ്റ്റ് തന്നെ മതി. പക്ഷേ അത് ഇനി അതായത് ഈ വർഷം എന്തായാലും മാർക്ക് ലിസ്റ്റ് എടുത്തേക്കുന്നവർക്ക് ചിലപ്പോൾ ക്ലിയർ ആയിട്ട് തന്നെയായിരിക്കും വന്നേക്കുന്നത്. ഇനി നിങ്ങളതല്ല പ്രീവിയസ് ഇയറിലെ കുട്ടികളൊക്കെയാണ് ഫോട്ടോന്ന് PDF ആക്കുവാണൊക്കെ ചെയ്യണമെങ്കിൽ അതൊന്ന് ക്ലാരിറ്റിയിൽ തന്നെ PDF ആക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ PDF ഫോർമാറ്റിലുള്ളത് അവിടെ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞില്ലേ, അതായത് മാർക്കുകളിൽ ചേഞ്ച് ഇല്ലാത്തവരും ചേഞ്ച് കൊടുത്തവരും മാർക്ക് കൊടുത്തവരും എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം അവിടെ കിടക്കണ്ടാവും. അത് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് വച്ചേക്കുക. ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, യോഗ്യതാ പരീക്ഷയിലെ മാർക്കുകൾ വിജയകരമായി സമർപ്പിച്ചതിന് ശേഷം മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്ത് സോഫ്റ്റ് കോപ്പി ആയോ ഹാർഡ് കോപ്പി ആയോ നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. ഓക്കെ, പ്രത്യേകിച്ച് മാർക്ക് ലിസ്റ്റിൽ തിരുത്തലുകൾ വരുത്തിയ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ നിങ്ങൾ ഡേറ്റ അവിടെ കൊടുത്ത കുട്ടികളും എല്ലാവരും തന്നെ ഈ ഒരു മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് കാണാൻ പറ്റുള്ളൂ കേട്ടോ. മനസ്സിലായല്ലോ? നിങ്ങൾ ചേഞ്ച് വരുത്തിയവരും അതുപോലെ തന്നെ മാർക്കുകൾ എൻ്റർ ചെയ്ത് കൊടുത്തവരും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് കിട്ടുള്ളൂ. ഇത് നിങ്ങൾക്ക് എങ്ങോട്ടും അയക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് അത്യാവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പ്രത്യേകത എന്താ അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും കാരണവശാൽ നമ്മളുടെ ഇത് ചിലപ്പോൾ വെബ്സൈറ്റിൻ്റെ പ്രോബ്ലങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ സൈറ്റ് ഇഷ്യൂസോ കൊണ്ടോ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ട് നമ്മൾ കൊടുത്ത മാർക്ക് അവിടെ ഓക്കെ ആയില്ല, നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വന്നില്ല എന്നൊക്കെ ഒരു കാരണം വന്നാൽ നമ്മളുടെ ഫ്യൂച്ചർ കോൺവെർസേഷനാണ് നമ്മളുടെ അടുത്ത് ഈ ഒരു മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് എടുക്കാൻ പറയണത്. അതെടുത്താൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മളെല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി നമുക്ക് എന്നും പ്രശ്നമില്ല, നമ്മളുടെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ഞങ്ങൾക്ക് ഈ PDF കാണിച്ചു കൊടുക്കാം. അതുകൊണ്ട് നമ്മൾ എന്തായാലും മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കണം. സോഫ്റ്റ് കോപ്പി ആയിട്ട് നിങ്ങളിപ്പോൾ എടുത്തില്ലെങ്കിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഹാർഡ് കോപ്പി ആയിട്ടെങ്കിലും സൂക്ഷിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി ഇവിടെയുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് നിങ്ങൾ സമർപ്പിക്കുന്ന +2 മാർക്ക്, പരീക്ഷാ ബോർഡ് ഓരോ വിഷയത്തിനും ലഭിച്ച മാർക്ക്, പരമാവധി മാർക്ക്, ഓരോ വിഷയത്തിനും പാസ്സായ വർഷം, ഇതെല്ലാം തന്നെ അഡ്മിഷൻ്റെ സമയത്ത് വെരിഫൈ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? നിങ്ങളിപ്പോൾ കൊടുത്തേക്കുന്ന മാർക്ക് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വരുന്നത്. അഡ്മിഷൻ്റെ സമയത്ത് അതെല്ലാം ചെക്ക് ചെയ്യും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ അഡ്മിഷൻ്റെ സമയത്ത് നമ്മൾ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുവല്ലോ, ആ സമയത്ത് ഇതെല്ലാം വെരിഫൈ ചെയ്യും. അപ്പോൾ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ നമ്മുടെ അഡ്മിഷൻ ക്യാൻസലായി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാർക്ക് കൊടുക്കുന്നതും എല്ലാം തന്നെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. പ്രത്യേകം ഓർക്കുക, ഈ മാർക്ക് ലിസ്റ്റ് കൊടുത്ത് റാങ്ക് ലിസ്റ്റിൽ വന്നവർക്ക് മാത്രമാണ് ഇതിന് അർഹതയുള്ളൂ, അതുപോലെ അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മെമ്മോ വീണ്ടും വന്ന് നിൽക്കുന്നവർ അത് ക്ലിയർ ചെയ്തും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്, താങ്ക് യു.